കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകർത്യമൊക്കെ മോചിക്കുന്ന, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന, ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും നമ്മെ അണിയിക്കുന്ന യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മാത്രമല്ല, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ദൈവം, നമ്മെ മുഴുവനായി അറിയുന്നവൻ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നമ്മെ മറന്നാൽ പോലും മറക്കാത്തവൻ, ഹോവയായി ഞാൻ മാറാത്തവൻ, യാക്കോബിന്റെ പുത്രന്മാരെ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ മഹാദയായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദൈവം നമ്മെ തള്ളിക്കളയാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, താങ്ങുന്ന ദൈവം, തന്റെ വ്യക്തിത്വങ്ങൾ താമസിപ്പിക്കാത്ത ദൈവം, തിരുക്കരങ്ങളിൽ നമ്മെ വഹിക്കുന്ന ദൈവം, തൃക്കൈകളുടെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാത്ത ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഒരിക്കൽ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തിന്റെ മക്കളായി തീരാൻ നമുക്ക് അവസരം നൽകിയതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടാൻ ദൈവം നൽകുന്ന അവസരങ്ങൾ സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമാണ്. അതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇത്ര വലിയ ദൈവത്തെ, മഹാനായ ദൈവത്തെ, കരുണയുള്ള ദൈവത്തെ, കാൽവറിയിലൂടെ നമ്മളെ സ്നേഹിച്ച ആ കർത്താവിനെ അറിയാൻ നമുക്ക് ലഭിച്ച സൗഭാഗ്യം ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദോഷികളും പാപികളുമായ നമ്മെ ആ നല്ല ഒലിവോട് ചേർത്തൊട്ടിച്ച് മക്കളും അവകാശികളുമാക്കി തീർത്ത് ഓർത്ത് ദൈവത്തിന് സ്തുതി കരേറ്റാൻ നമുക്കിടയാവണം. ദാവീദ് പാടുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്റെ നാവിന്മേലിരിക്കുമെന്ന് ഒരു പ്രഖ്യാപനം ചെയ്യാനിടയാവണം. എപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും, കൂരുൾ വന്നാലും വെളിച്ചം വന്നാലും ഞാൻ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്നും ഈ ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്നും ഒരു പ്രഖ്യാപനത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് തയ്യാറാവാം. യെശയ്യാപ്രവചനം 52 12 നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപട ആയിരിക്കും. വേർപാടനുഷ്ഠിക്കുന്ന ജനത്തോട് വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തോടെ, ദൈവിക വചനത്തോട് നീതി പുലർത്തുന്ന ഒരു സമൂഹത്തോട് ആത്മാവിൽ എനിക്ക് പറയാനുള്ള ദൂത് ശ്രദ്ധേയമാണ്. നമ്മൾ ബദ്ധപ്പാടോടെ പോകത്തില്ല കേട്ടോ. കഷ്ടങ്ങളിൽ അകപ്പെടത്തില്ല, ആ ചൂളയ്ക്കകത്ത് വീഴത്തില്ല. എന്നുവെച്ചാൽ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടക്കേണ്ടി വരുമ്പോഴും തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവവും, കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയായവനും, നമ്മുടെ സകല ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരാൻ ശക്തനായവനും നമ്മുടെ കൂടെ ഇറങ്ങി വരും. അതുകൊണ്ട് ബദ്ധപ്പാടോടെ
ഓടിപ്പോകയില്ല. ബദ്ധപ്പാട് പോകയില്ല, ഓടിപ്പോകയില്ല. എന്ന് വെച്ചാൽ ഉറച്ച് നിർത്തുന്ന ഒരു ദൈവം, ഉറപ്പിക്കുന്ന ദൈവം, നിർത്തേണ്ടടുത്ത് നിർത്തുന്നവൻ, ഇളക്കിക്കളയാനും ഇല്ലാതാക്കാനും അനേക ശക്തികൾ പരിശ്രമിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം കണ്ടവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരെ ദൈവം നിലനിർത്തും, ഓടിപ്പോകയില്ല. ഭയപ്പെട്ടു പോകാനിടയാക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സ്ഥിരമായി നിന്ന് ദൈവത്തിന്റെ രക്ഷ കാണത്തക്ക രീതിയിൽ ദൈവപ്രവർത്തി സഹോദരങ്ങളെ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. വിളിച്ചു പറ, ഞാൻ ഉറച്ചു നിൽക്കും. യഹോവയെ അന്വേഷിക്കുന്നവർ ഉറച്ചു നിൽക്കും. അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അടുത്ത ഭാഗം സത്യമാണ്. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും സങ്കീർണമായ അവസ്ഥയിലൂടെ കടക്കേണ്ടി വന്നാലും ആരും നിരാശപ്പെടരുത്. കാരണം എനിക്ക് മുമ്പായി എന്റെ ദൈവം നടക്കും. ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്തിന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതന്ത്രമായി. നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പായി പുറപ്പെടും. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കാൻ, ഉരുക്കേണ്ടതിനെ ഉരുക്കാൻ, തകർക്കേണ്ടതിനെ തകർക്കാൻ നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെടും. ദൈവം നമുക്ക് മുമ്പായി പുറപ്പെടും. നമ്മുടെ തലമുറകൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റില്ല. പക്ഷെ ദൈവം അവർക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഫേസ് ചെയ്യുന്ന വിഷയത്തെ നോക്കി ഭയപ്പെടരുത്. ദൈവം ആ വിഷയത്തിന് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ നിങ്ങളെ അലട്ടുന്ന ചില പ്രതികൂലങ്ങൾ കണ്ട് ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ക്രമീകരിക്കേണ്ട ആ വിഷയം എങ്ങനെയായിത്തീരും? ഞാനതിൽ പരാജയപ്പെടില്ല. ദൈവം നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഇന്റർവ്യൂവിൽ ദൈവം നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി എത്ര പേരെ ഏറ്റെടുക്കും? കർത്താവ് എനിക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകൾ കണ്ട് ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് മുമ്പായിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തെ മൊത്തം അറിയുന്നവർ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത ശ്രദ്ധിക്കണമേ, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. പിന്നിൽ നിന്ന് ഒരു ശക്തികളും നിങ്ങളെ തൊടാതെ പതിയിരിപ്പിന്റെ സകല ശക്തികളെയും ആക്രമണങ്ങളെയും വെല്ലുവിളികളെയും തകർത്തെറിയാൻ നമുക്ക് പിൻപടയായി ഇസ്രായേലിന്റെ ദൈവം, മയങ്ങാത്ത ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ഉറങ്ങാത്ത ദൈവം, ഇസ്രായേലിന്റെ ദൈവം, കാവൽ ചെയ്യുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, പ്രാണനെ പരിപാലിക്കുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, ഇസ്രായേലിന്റെ ദൈവം, പേര് മാറ്റുന്ന ദൈവം. ആ ദൈവം എനിക്ക് പിൻപടയായിട്ട് ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും, ശക്തമായ ആക്രോശങ്ങൾ വന്നാലും, ധൈര്യത്തോടെ ഒരു പ്രസ്താവന ഇന്ന് നമുക്ക് നടത്താൻ കഴിയണം. എന്റെ ദൈവം എനിക്ക് പിൻപടയായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ ദുർഘടങ്ങളെ നിരപ്പാക്കാൻ, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കാൻ, താമ്രക്കഥകളെ താർക്കാൻ എന്റെ ദൈവം എനിക്ക് മുൻപായി പുറപ്പെട്ടിട്ടുണ്ട്. ഞാനത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ തയ്യാറാകൂ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കാൻ പോകുക. പരിശുദ്ധാത്മാവിൽ നമ്മൾ ശക്തരാകാൻ പോകുക. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ ഓടിപ്പോകത്തില്ല, ബദ്ധപ്പാടോടെ പോകത്തില്ല. സ്വസ്ഥത നൽകുന്ന ദൈവം, സമാധാനം നൽകുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം, ബലം കൽപ്പിക്കുന്ന ദൈവം, തീർപ്പ് കൽപ്പിക്കുന്ന ദൈവം, തുറക്കുന്ന ദൈവം, എഴുന്നേൽപ്പിക്കുന്ന ദൈവം, നിവർത്തുന്നവൻ ഇന്ന് പകലിറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം ചെയ്തോളൂ. യേശുവിന്റെ നാമത്തിൽ
സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നതോ കർത്താവെ, ഞങ്ങൾ ബന്ധപ്പാടോട് പോവില്ല, ഓടിപ്പോവില്ല. കാരണം ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നവൻ സർവശക്തനാണ്. ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്ന അനാദിയായ ശാശ്വത ദൈവമാണ്. ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നവൻ ഭൂമിയെയും ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവനാണ്. ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നവൻ സകലത്തെയും കാൽ കീഴാക്കിയവനാണ്. ഞങ്ങൾക്ക് പിൻപടയായിരിക്കുന്നവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരം തന്നവനാണ്. ഞങ്ങൾക്ക് പിൻപടയായി നിൽക്കുന്നവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകലും ഞങ്ങളുടെ മാധ്യം ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കൃപ എന്നാർപ്പോടെ ഞങ്ങൾ ആണിക്കല്ല് കയറ്റി ഈ ബലത്തോടെ ഈ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വത്സ സഹോദരങ്ങളെ, ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമുക്ക് മുമ്പായി നടക്കുന്നു. അവിടെ നമുക്ക് പിൻപടയായിട്ടുണ്ട്. ധൈര്യത്തോടെ മൂവ് ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ